ഇന്നലെ വൈകിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്തൊരു വാർത്തയിലെ അടിയിലൊരു സ്ക്രോളിംഗ് ന്യൂസ് കടന്നു പോകുന്നത് കണ്ടു. ഷാജൻ സ്കറിയ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ജേർണലിൻ്റെ ചീഫ് എഡിറ്ററാണ് ഷാജൻ സ്കറിയ. അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ളതാണ് ആ സ്ക്രോളിംഗ് ന്യൂസിൽ കണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായി ഒന്നും കിട്ടിയില്ല. ഇന്ന് പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും നോക്കി. അതിലൊന്നും ഷാജൻ സ്കറിയ ആക്രമിക്കപ്പെട്ടതായിട്ട് കണ്ടില്ല. അപ്പോൾ റോഡിൽ കട്ടറുണ്ടായി, അവിടെ വാഴ വെച്ചാൽ അതുപോലും വലിയ വാർത്തയാകുന്ന നമ്മുടെ മാധ്യമങ്ങൾ ഒരു ഓൺലൈൻ പത്രാധിപർ ആക്രമിക്കപ്പെട്ടപ്പോൾ അതൊരു വാർത്തയായി നൽകാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായ ഒന്നാണ്. ഷാജൻ സ്കറിയ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പത്രസ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ജനാധിപത്യത്തിനെ താങ്ങി നിർത്തുന്ന ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട 4ാമത്തെ തൂണ് പത്രങ്ങളാണ്, പത്രദൃശ്യ മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ പത്രദൃശ്യ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എവിടെയൊക്കെ പത്രദൃശ്യ മാധ്യമങ്ങൾ ദുർബലമാകുന്നു അവിടെയൊക്കെ ആത്യന്തികമായി ജനാധിപത്യമാകും ദുർബലമാകുന്നത്. ഷാജൻ സ്കറിയയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകുന്ന വാർത്തകളിൽ യോജിപ്പുള്ളവരുണ്ട്, യോജിപ്പ് ഇല്ലാത്തവരുമുണ്ട്. പക്ഷേ ഓൺലൈൻ മീഡിയയുടെ രംഗത്ത് ഷാജൻ സ്കറിയ വളരെ സജീവമായ ഒരു സാന്നിധ്യമാണ്. മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയയുണ്ട്, അതുപോലെ തന്നെ മലയാളി വാർത്ത നടത്തുന്ന സോയിമോനുണ്ട്, ഇപ്പോൾ ഏറ്റവും അധികം പ്രചാരമുള്ള ABC ന്യൂസുണ്ട്. പൂങ്ങുമുടൻ എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വന്ന് പറയാറുണ്ട്. വളരെ വിശാലമായ ഒരു ലോകമാണ് നമുക്ക് ഈ ഓൺലൈൻ മീഡിയ തുറന്നു തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഒക്കെ വരവോടുകൂടി ഏറ്റവും ആധുനിക വാർത്ത പെട്ടെന്ന് ജനങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്നത് ഓൺലൈൻ ചാനലുകളാണ്. ദൃശ്യപത്ര മാധ്യമ രംഗത്ത് കുത്തകകളായ പത്രങ്ങൾ ഓൺലൈൻ ചാനൽ നടത്തുന്നുണ്ടെങ്കിലും പൊതുവെ റേറ്റിംഗിൽ മുന്നേ നിൽക്കുന്നത് ഈ പത്രമാധ്യമങ്ങൾ കുത്തകൾ നടത്തുന്ന ഓൺലൈൻ ചാനലല്ല, മറിച്ച് ചില സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ ചില കൂട്ടായ്മയോ ഒക്കെ നടത്തുന്ന ചാനലുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇത്തരം ചാനലുകളെ വിലയ്ക്ക് വാങ്ങിക്കാൻ പരസ്യക്കാർക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ എത്രയോ കാലമായി പത്രാധിപന്മാർ മരിച്ചിട്ട് അവിടെ മാർക്കറ്റിംഗ് മാനേജറാണ് നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. പത്രങ്ങൾ എടുത്തു നോക്കിയാൽ രാവിലെ മുഴുവൻ പരസ്യവുമായിട്ടാണ് വരുന്നത്. തലക്കെട്ട് താഴെയായി പരസ്യം മുകളിൽ കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് പത്രമാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ വാർത്തകളെ തമസ്കരിക്കുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധന്മാരായിട്ട് മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാർക്ക് കടന്നു വരാനോ പരസ്യദാതാക്കൾക്ക് നിയന്ത്രിക്കാനോ കഴിയാത്ത ഓൺലൈൻ ചാനലുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഓൺലൈൻ ചാനലുകളെ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ സ്വാഭാവികമായി അവർക്ക് എതിരെ തിരിയുക. അതൊരു സ്വാഭാവിക പ്രക്രിയയായി മാറിയാൽ തങ്ങൾക്കിഷ്ടമില്ലാത്ത വാർത്തകൾ കൊടുക്കുന്നവരെ കായികമായി നേരിടുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ സംശയിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ജനാധിപത്യം അപകടത്തിലാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ പത്രങ്ങളുടെ ചരിത്രം നോക്കിയാൽ എന്നും പത്രങ്ങൾക്ക് ഇത്തരം ക്രൂരമായ പീഡനങ്ങളെ അതല്ലെങ്കിൽ ക്രൂരമായ എതിർപ്പുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1780 ബംഗാൾ ഗസറ്റ് എന്ന ഇംഗ്ലീഷ് പത്രമാണ് ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ ഒരു പത്രം. ആ പത്രം തുടങ്ങിയ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന് പറഞ്ഞ ആളെ ജയിലിലായി. അദ്ദേഹത്തിന് പീഡനങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. ആ പത്രം അവസാനം നിർത്തി അദ്ദേഹം പോവുകയും ചെയ്യേണ്ടി വന്നു. 1799 ലോർഡ് വെല്ലസ്ലി സെൻസർഷിപ്പ് പ്രസ് ആക്ട് കൊണ്ടുവരുന്നത്. അപ്പം അന്ന് മുതൽ ഈ പത്രങ്ങളോടുള്ള ഭരണാധികാരികളുടെ ഒരു പൊതു സമീപനം അതായിരുന്നു. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പത്രങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. ആ പരിരക്ഷ എന്തിനുറപ്പ് വരുത്തുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യത്തെ സർഗാത്മകമാക്കുന്നത്, ഉദാത്തമാക്കുന്നത് പത്രമാധ്യമങ്ങളാണ് എന്ന തിരിച്ചറിവിലാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പത്രങ്ങൾ ആയാലും ശരി, പത്രദൃശ്യ മാധ്യമങ്ങൾ നടത്തുന്ന വലിയ ചെറിയ പത്രങ്ങളായാലും ശരി, ഓരോ ചെറിയ പത്രത്തെ പോലും സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്, ഭരണാധികാരികൾക്കുണ്ട്. തീർച്ചയായിട്ടും ഷാജൻ സ്കറിയയ്ക്കെതിരെ നടന്ന ഈ കയ്യേറ്റം, അക്രമം എന്തിൻ്റെ പേരിലായാലും ശരി
അത് അപലപിക്കപ്പെടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയാൽ അത് കൂടുതൽ കൂടുതൽ ഗൗരവമായ പ്രത്യാഘാതങ്ങളായിരിക്കും നമ്മുടെ മാധ്യമരംഗത്ത് സൃഷ്ടിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ജെയിംസ് ഹിക്കി തൊട്ട് തുടങ്ങിയ ആളുകൾ പത്രപ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളൊന്നും പത്രപ്രവർത്തകരുടെ ആത്മവീര്യത്തെ തകർത്തില്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പീഡിപ്പിച്ചവരാകട്ടെ അവരൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഒരു അക്രമം ഇതിനെ പ്രാധാന്യം കൊടുക്കാനും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്ക വിധത്തിൽ ജനമനസ്സുകളിലെ ആവശ്യമായ ഇൻഫർമേഷൻസ് കൊടുക്കുവാനും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ വസ്തുത. ഷാജൻ എന്ന വ്യക്തി അല്ല, മറിച്ച് ഒരു പത്രസ്ഥാപനത്തിൻ്റെ ചുമതലക്കാരൻ്റെ പത്രപ്രവർത്തകനാണ് ആക്രമിക്കപ്പെട്ടത്. പക്ഷേ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നിർഭാഗ്യവശാൽ എങ്ങും കണ്ടില്ല. ഇന്ന് രാവിലെയും ഇന്ന് പത്രങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് കാര്യമായ പ്രതികരണങ്ങളൊന്നും കണ്ടില്ല. ജനങ്ങൾ ഇവിടെ കരുതിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പത്രദൃശ്യ മാധ്യമ രംഗത്ത് കുത്തകകളെ പരസ്യദാതാക്കൾ നിയന്ത്രിക്കുമ്പോൾ പരസ്യദാതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഓൺലൈൻ പത്രങ്ങൾ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും അത് നടക്കുന്നത്. പക്ഷേ അത്തരം ഓൺലൈൻ പത്രങ്ങളാണ് സത്യസന്ധവും യഥാർത്ഥവുമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നത്. ചിലപ്പോൾ അതിനകത്ത് ധാരാളം കള്ളനാണയങ്ങളുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാർത്ഥ താല്പര്യത്തിൽ വേണ്ടി നടത്തുന്ന, ഭീഷണിപ്പെടുത്തി പണമുണ്ടാക്കാൻ നടത്തുന്ന ഓൺലൈൻ പത്രങ്ങളുണ്ട്. അതല്ലാതെ തന്നെ പണ്ട് സായാഹ്ന പത്രങ്ങൾ പലതും അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പോൾ അത് പത്രരംഗത്തുണ്ടാകാവുന്ന ഒരു അപജയമാണ്. അപ്പോൾ അത്തരം അപജയങ്ങളെ അവഗണിക്കാനും ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുവാനുമുള്ള ഒരു ബോധം തീർച്ചയായിട്ടും കേരളീയരെ ആർജിച്ചിട്ടുണ്ട്, കേരള ജനതയെ ആർജിച്ചിട്ടുണ്ട്. രാവിലെ ഒരു കട്ടൻ ചായയോടൊപ്പം പത്രം വായിച്ച് ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ് അത്. പഴയ കാലത്തെ പത്രമായാലും ശരി, പിന്നീട് വന്ന ചാനലായാലും ശരി, ഇപ്പോഴത്തെ ഓൺലൈൻ ചാനലുകളായാലും ശരി, അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. അപ്പോൾ സത്യസന്ധമായി വാർത്ത കൊടുക്കാൻ പത്രപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനും സംരക്ഷണം കൊടുക്കുവാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആത്യന്തികമായി നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളാണ്. ഇത്തരം അക്രമങ്ങളെ അപലപിക്കുവാനും ഇത്തരം അക്രമങ്ങൾക്കെതിരെ ജനരോഷം ഉയരുവാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം അപകടത്തിലാകും എന്ന കാര്യം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.